ഇനി സ്ക്രീനിൽ നിറഞ്ഞാടാൻ ദിലീപും ടീമും എത്തുന്നു. ചിത്രത്തിന്റെ റിലീസ് തയ്യാറെടുപ്പുകൾ തകൃതിയായി നടക്കുകയാണ്. ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത ചിത്രം 2025 ഡിസംബർ 18 തിയേറ്ററുകളിലെത്തും. ജനപ്രിയ നടൻ ദിലീപിന്റെ സിനിമ എന്നും മലയാളികളെ കുടുകുടു ചിരിപ്പിച്ച ഒരു കാലഘട്ടമുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് അതിനൊരു മങ്ങലേറ്റത്, കുറ്റാരോപിതനാകുന്നത്. അതിനു തൊട്ടുമുമ്പ് വരെ ദിലീപ് അക്ഷരാർത്ഥത്തിൽ മലയാള സിനിമയെ അടക്കി വാഴുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മിമിക്രി താരം, സ്റ്റേജ് ആർട്ടിസ്റ്റ് എന്നതിൽ നിന്ന് അസിസ്റ്റന്റ് ഡയറക്ടറിലേക്കും അവിടെ നിന്ന് സഹനടനിലേക്കും നടനിലേക്കും സൂപ്പർ താര പദവിയിലേക്കും വളർന്നു. നിർമ്മാതാവ്, വിതരണക്കാരൻ, തിയേറ്റർ ഉടമ, ഹോട്ടൽ സംരംഭകൻ, ചലച്ചിത്ര സംഘടനകളുടെ ഭാരവാഹി എന്നിങ്ങനെ സിനിമാ മേഖലയുടെ സർവ്വതലങ്ങളിലേക്കും വളർന്നു വന്ന ദിലീപിനെയാണ് മലയാള സിനിമാ മേഖല കണ്ടത്. പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായി മലയാള സിനിമ ആസ്വാദകർ ദിലീപ് എന്ന നടന്റെ അഭിനയമോ അല്ലെങ്കിൽ നടനിൽ നിന്നും പ്രതീക്ഷിച്ചതോ അല്ലായിരുന്നു തിയേറ്ററുകളിൽ നിന്നും നമുക്ക് ലഭിച്ചത്. സിനിമാ ലോകത്തു നിന്നും ഞെട്ടലുണ്ടാക്കുന്ന വാർത്തകൾ വന്നതോടുകൂടി തന്നെ താരത്തിന്റെ ചിത്രവുമായി ബന്ധപ്പെട്ടും റിലീസുമായി ബന്ധപ്പെട്ടും പുതിയ അപ്ഡേറ്റുകൾക്കൊന്നും കാതോർക്കാത്ത മലയാളികളായി മാറിയോ എന്നൊരു സംശയം പലപ്പോഴായി നിന്നു. ഇപ്പോൾ വീണ്ടും ആ നഷ്ടപ്പെട്ട ജനപ്രീതിയുടെ തിരിച്ചുവരവിനായി ദിലീപ് ഒരുങ്ങുകയാണ്. കച്ചമുറുക്കി ദിലീപ് ഇറങ്ങുമ്പോൾ പ്രേക്ഷകരും ഒപ്പമുണ്ടെന്ന പ്രതീക്ഷ തന്നെയാണ് താരത്തിനുള്ളത്. അത്തരത്തിൽ മലയാള സിനിമാ ആസ്വാദകർ റിലീസിനായി കാത്തിരുന്ന ഒരു സിനിമയാണ് ഭബ്ബബ്ബ, ഭയം, ഭക്തി, ബഹുമാനം. ദിലീപ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രം കൂടിയാണിത്. ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട് ദിലീപിനൊപ്പം. കൂടെ ഹരം പകരാൻ, ആവേശമാകാൻ മോഹൻലാലും അതിഥി വേഷത്തിലും എത്തുന്നുണ്ട്. ദിലീപും മോഹൻലാലും ഒന്നിച്ചുള്ള ഒരു ഗാനരംഗവും മോഹൻലാലിന്റെ ഫൈറ്റും ചിത്രത്തിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് കുറ്റവിമുക്തനാക്കിയതിനു പിന്നാലെ സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ നടക്കുകയാണ്. ചിത്രത്തിന്റെ ട്രെയിലർ ഉടൻ പുറത്തുവരുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ പറഞ്ഞത്. എന്നാൽ ഡിസംബർ 8 ചിത്രത്തിന്റെ ട്രെയിലർ വരില്ല എന്നുള്ളൊരു അപ്ഡേറ്റ് തന്നെയാണ് പുറത്തുവരുന്നത്. 9 ട്രെയിലർ എത്തുക എന്നും പ്രചാരണം നടക്കുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നില്ല. ഇപ്പോഴിതാ ട്രെയിലർ റിലീസുമായി ബന്ധപ്പെട്ട് പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് തിരക്കഥാകൃത്തുകളിൽ ഒരാളായ നൂറിൽ. ബബ്ബബ്ബയുടെ ട്രെയിലർ ഡിസംബർ 8 റിലീസ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒഫീഷ്യലായി വരും. സിനിമ 18 തന്നെ റിലീസ് ചെയ്യും. ഞങ്ങൾ മാക്സിമം സിനിമയിൽ ചെയ്തിട്ടുണ്ട്. ഇനി ആളുകൾ കാണട്ടെ. നന്നായിട്ട് ടെൻഷനൊക്കെയുണ്ട്. ചെയ്ത് എങ്ങനെയാവുമെന്നറിയില്ലല്ലോ, അതിന്റെ ടെൻഷനുണ്ട് എന്നായിരുന്നു നൂറിന്റെ പ്രതികരണം. ഒരു ഓൺലൈൻ മീഡിയയോട് പ്രതികരിക്കുകയായിരുന്നു താരം. നൂറിനും ഭർത്താവുമാണ് ബബ്ബബ്ബയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ദിലീപിനെ നായകനാക്കി ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിച്ചിരിക്കുന്ന ഈ ചിത്രം ജനങ്ങൾ സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് തന്നെയാണ് ഇനി കാത്തിരുന്ന് കാണേണ്ട മറ്റൊരു കാര്യം. വളരെ സ്റ്റൈലിഷായി കുടുംബ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരു വിന്റേജ് ലുക്കിലാണ് ദിലീപ് ഈ ചിത്രത്തിലെത്തുന്നത്. പൂർണ്ണമായും മാസ് കോമഡി ആക്ഷൻ എന്റർടൈനറെ അവതരിപ്പിക്കുന്ന ഈ ചിത്രത്തിൽ ദിലീപിനൊപ്പം വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും ലാലേട്ടനും ഒന്നിക്കുമ്പോൾ അതൊരു പ്രത്യേക അനുഭവം തന്നെ മലയാളി പ്രേക്ഷകർക്ക് സമ്മാനിക്കുമെന്ന് ഉറപ്പാണ്. എന്തായാലും വമ്പൻ തിയേറ്റർ അനുഭവമായിരിക്കും ചിത്രം സമ്മാനിക്കുക എന്ന പ്രതീക്ഷയാണ് ഇവയെല്ലാം നൽകുന്നത്. ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ ഇപ്പോൾ തകൃതിയായി പുരോഗമിക്കുകയാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.